Good morning, friends. It's me, Simon, YouTube channel. It's Simon Varghese, Instagram, Simon Varghese. Facebook welcomes you all. രാവിലെ നമ്മുടെ എക്സസൈസ് പോയിന്റിലേക്ക് വരുന്നതേ ഉള്ളൂ. ഈ കുളിരും ഈ കാറ്റും ഈ സൗന്ദര്യമൊക്കെ നിങ്ങളും കൂടെ ഒന്ന് കാണണമെന്ന് ഓർത്തു. അതാ എക്സസൈസിന് മുമ്പുള്ള വീഡിയോ. ഞാൻ പറഞ്ഞു ഈ എക്സസൈസ് കണ്ടൊക്കെ ഒരു ഗുണമുണ്ടായത്. 10-20 വർഷമായിട്ട് എനിക്കുണ്ടായിരുന്ന പ്രഷർ രോഗം കഴിഞ്ഞ ദിവസം സമ്പൂർണ്ണമായി മാറിയെന്നാണ് ഡോക്ടർ. മെഡിസിനൊക്കെ നിർത്താൻ പറഞ്ഞിട്ട് 1 മാസത്തേക്ക് ഫ്രീക്വൻ്റ്ലി ചെക്ക് ചെയ്യണം, എന്നിട്ട് ഡിസിഷൻ എടുക്കുക. എന്തായാലും വളരെ ഹാപ്പിയായി. നിങ്ങൾക്കറിയാം, 10-34 വർഷമായിട്ട് ഡയബറ്റിക് ആയിരുന്നു, 20 വർഷമായിട്ട് പ്രഷർ രോഗിയായിരുന്നു. പക്ഷേ ഇതെല്ലാം പുറകോട്ട് വരിക. അപ്പോൾ എക്സസൈസ് ചെയ്യുന്നു, നടക്കുന്നു, ഭക്ഷണം ക്രമീകരിക്കുന്നു, അത്രയ്ക്ക് ചെയ്യുന്നുള്ളൂ. തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിച്ച് ആ മാരക രോഗത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തി ഇത് ചക്കക്കുരു പോലെ നമ്മളിങ്ങനെ നടക്കാൻ സാധിക്കുന്നു. ഓക്കെ, താങ്ക് യു ജീസസ്. പിന്നെ നമ്മുടെ ഇലക്ഷനൊക്കെ കഴിഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റുമാർ മുതൽ കോർപ്പറേഷൻ ചെയർമാൻമാർ വരെ അവരുടെ കസേരകളിൽ എത്തിത്തുടങ്ങി. അതിനിടെ കുശുമ്പും കുന്നായ്മയും ഒക്കെ ഉണ്ട്. മനുഷ്യരല്ലേ, ദൈവം മാത്രമേ ഉള്ളൂ പൂർണ്ണനായിട്ടല്ലേ, നമ്മളൊക്കെ ബലഹീനരാണ്. ഇപ്പം തൃശ്ശൂർ ഒരു നല്ല കോൺഗ്രസ്സുകാർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ട്. അവരെ ഒന്ന് ശാന്തപ്പെടുത്താൻ ആവശ്യമായിരിക്കും. പക്ഷെ അവർ അർഹതപ്പെട്ട ആളായിരുന്നു കേട്ടോ. എന്തായാലും അവരുടെ പാർട്ടി തീരുമാനം എങ്ങനെയോ അത് നടപ്പാകട്ടെ. നമുക്ക് ഈ തെരഞ്ഞെടുപ്പെല്ലാം കഴിയുമ്പോഴേ ഭാരിച്ച ഉത്തരവാദിത്വം തലേ വന്നിരിക്കുന്നവരാരും ചിന്തിച്ചിട്ടുണ്ടോ? നാടിനെ ഇന്നലകളിൽ പോറ്റിപ്പോന്ന തൻ്റെ പിൻഗാമികൾ തന്നെ ഏൽപ്പിക്കുന്ന ആ ഒരു കസേര, ആ ഒരു അധികാരം ഒട്ടും കേടുകൂടാതെ ഭംഗിയായിട്ട് നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. ഒരു സൂപ്പർ ഗവൺമെൻറ്റിങ്ങിലൂടെ സംസ്ഥാന സർക്കാർ മുന്നേറുമ്പോൾ അതിന് സുരസൂപ്പറായിട്ട് പിന്തുണ കൊടുത്തുകൊണ്ട് ഒപ്പം നിൽക്കാൻ ഇവർക്കെല്ലാം കഴിയട്ടെ. അല്ലെങ്കിൽ 60 മാസം കഴിയുമ്പം തൂത്തുവാരി കൊട്ടേക്കളയും ജനം. 60 മാസമേ ഉള്ളൂ, 5 വർഷം. അപ്പം അടിപൊളിയായിട്ട് ഒരു കാര്യമുണ്ട് എനിക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളോട് പറയാനുള്ളത്. നിങ്ങളങ്ങനെ വലിയ ഈഗോ ഒന്നും എടുക്കാതിരുന്നാൽ, ഉദ്യോഗസ്ഥന്മാർ പരിശീലനം കിട്ടിയവരാണ്, പഠിച്ചവരാണ്, അവർക്ക് അവരുടെ ജോലിയുടെ ഭാഗമായി ഇത് മാത്രമേ ഉള്ളൂ വീക്ഷണം. നിങ്ങളങ്ങനെ 100 കാര്യം ചെയ്യുന്നവരാണ്. അപ്പം ശ്രദ്ധയോടുകൂടി അവരുമായിട്ട് സംസാരിക്കണം, അഭിപ്രായം ചോദിക്കണം. അവരുടെ ചിലരുണ്ട്, പഞ്ചായത്ത് പ്രസിഡൻ്റായ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ കേൾക്കുകയില്ല. എന്നിട്ട് വൈകിട്ട് എല്ലാവരും പോയി കഴിയുമ്പോൾ ഒന്ന് കാല് പിടിക്കുകയും ചെയ്യും. സാറേ അത് ചെയ്തു തരാമോ, ഇത് ചെയ്തു തരാം. പകൽ ഭയങ്കര അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ നിയമപ്രകാരം ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ചേർന്നാണ് ഭരിക്കുന്നത്. പഞ്ചായത്ത് മെമ്പർമാരും പ്രസിഡൻറ്റും സെക്രട്ടറിയും ചേർന്ന് തന്നെയാണ് ഭരിക്കുന്നത്. ഇന്നാരും വ്യത്യാസമൊന്നും വിചാരിക്കേണ്ട. ഞങ്ങളെന്തോ അതിമാനുഷ്യരാണെന്ന് വിചാരിച്ച പ്രശ്നങ്ങളാണ്. ഞാൻ 10-35 വർഷം സർവീസ് ചെയ്യുന്നു. എനിക്കറിയാം, ഓരോ ഇലക്ഷൻ കഴിഞ്ഞ് വരുന്ന ആശാന്മാർ ആദ്യം ചെയ്യുന്നത് നിലവിലുള്ള സെക്രട്ടറിയും സൂപ്രണ്ടിനെയൊക്കെ മാറ്റുക. എന്നെ എത്രയോ പ്രാവശ്യം മാറ്റിയിരിക്കും. അപ്പോൾ അവരുടെ വിചാരം നമ്മൾ പോയി കഴിയുമ്പോൾ അവർ പറയുന്നതെല്ലാം ചെയ്യുന്ന ആളുമില്ല. ഇതൊക്കെ ഒരു നിയമത്തിൻ്റെ കീഴിലുള്ളതാണ്. ഏത് ഉദ്യോഗസ്ഥൻ വന്നാലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് പരിധിയുണ്ട്, അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഒരു 5-6 മാസം കഴിഞ്ഞ് ട്രാൻസ്ഫർ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ആര് വന്നാലും ഒരേ കാര്യമാണല്ലോ പറയുന്നത് മനസ്സിലാണ്. അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ ട്രാൻസ്ഫർ ചെയ്യാനും നന്നാക്കാനും നിൽക്കാതെ അവരുമായി സമന്വയപ്പെട്ട് അവരുമായിട്ട് ചർച്ചകൾ ചെയ്ത് നൂതനങ്ങളായ ആശയങ്ങൾ അവരുമായിട്ട് കൈമാറ്റം ചെയ്ത് നാടിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയായിരിക്കും എല്ലാവർക്കും നല്ലതെന്ന് തോന്നുന്നു.
എനിക്ക് തോന്നുന്നതാണ് എൻ്റെ ചെറിയ ചിന്തകളിൽ. എന്തായാലും ശക്തമായി മുമ്പോട്ട് പോവുക. നമുക്ക് ഈ നാടിനെ ഒരു സ്വിറ്റ്സർലൻഡാക്കി മാറ്റാൻ കഴിയണം. സ്വിറ്റ്സർലൻഡിൽ എന്താ സ്ഥിതി എന്നറിയോ? ടൂറിസത്തിൻ്റെ ഡെസ്റ്റിനേഷനാണ്. എൻ്റെ മോളും മരുമനൊക്കെ പോയിട്ട് വന്നു. അപ്പോൾ അവിടെ നിന്ന് തിരിയാൻ പറ്റുന്നില്ല. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിൽ നിന്നും ടൂറിസ്റ്റുകൾ വന്നിരിക്കുക. അതാണ് തിരക്ക്. അപ്പോൾ അത്തരത്തിൽ ആ നാടിനെ മനോമുഖരമാക്കാൻ ആ രാജ്യത്തുള്ള ഓരോ ജനങ്ങളും പണിയെടുക്കുന്നു, ഓരോരുത്തരും പ്രവർത്തിക്കുന്നു എന്ന രീതിയിൽ എണ്ണയിട്ട മെഷീൻ പോലെ കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും മുനിസിപ്പൽ കോർപ്പറേഷനുകളും നമ്മുടെ കോർപ്പറേഷനുകളും എല്ലാം സജ്ജമായാൽ എന്തായിരിക്കും സ്ഥിതി? ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ ഇടപെടലൂടെ ഉണ്ടെങ്കിലും സൂപ്പറായിരിക്കും അല്ലേ? അപ്പോൾ അത്തരത്തിൽ ഉന്നതമായൊരു വിജയം കൈവരിക്കാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം മാത്രം ഓർക്കുക, ഈ അതികഠിനമായ രാഷ്ട്രീയമൊക്കെ ഇലക്ഷന് വേണ്ടിയാണ്. ഇലക്ഷൻ കഴിഞ്ഞു, തിരഞ്ഞെടുക്കപ്പെട്ടു. ഇനി എല്ലാവരെയും ഒരുപോലെ കാണണം. ഒരു പഞ്ചായത്തിൽ CPM പ്രസിഡൻറ്റോ, ഒരു പഞ്ചായത്തിൽ കേരള കോൺഗ്രസ് പ്രസിഡൻറ്റോ, ഒരു പഞ്ചായത്തിൽ കോൺഗ്രസ് പ്രസിഡൻറ്റോ അല്ലെ മറ്റേതെങ്കിലും പാർട്ടിയുടെ പ്രസിഡൻറ്റോ അല്ല ജനം തിരഞ്ഞെടുത്തിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയുള്ള പ്രസിഡൻ്റാണ്, എല്ലാവർക്കും വേണ്ടിയുള്ള ചെയർമാനാണ്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. രാഷ്ട്രീയമൊക്കെ മടക്കി പോക്കറ്റിടുക. നാടിൻ്റെ വികസനത്തിന് വേണ്ടി നമ്മൾ ഒന്നിച്ചിറങ്ങുക, മുന്നിട്ടിറങ്ങുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് അവർ ഗോഡ്. താങ്ക് യു. ഇറ്റ്സ് മീ സൈമൺ. നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ആശംസ അറിയിക്കുന്നു. അടിപൊളിയായിട്ട് വരിക. ഓക്കെ.